വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിൻ്റെ US ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഗോൾഡിൻ്റെ വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ മൈനർ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി. വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ ഒരു ഏരിയയ്ക്ക് അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസും ഈ ഒരു ഏരിയനെ സപ്പോർട്ടും ആയിട്ട് എടുക്കുന്നുണ്ട്. വീക്കിലിയിൽ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം, മാർക്കറ്റ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ്. ഈ റേഞ്ചിൽ വളരെ സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ റെസിസ്റ്റൻസ് ഏരിയയെ അതുപോലെ തന്നെ ഈ സപ്പോർട്ട് ഏരിയനെയോ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു മൊമെന്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എനിവേ, നമുക്ക് വൺ ഡേ ചാർട്ടിൻ്റെയും പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ വീക്കിലിയിൽ ചെയ്തതാണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം, കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ചത്തെ ക്യാൻഡില് ആ ഒരു ഇംബാലൻസിനെ എടുത്തതിന് ശേഷമാണ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇംബാലൻസിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടേക്ക് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ വന്ന് നല്ല രീതിയിലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ജേണി, അതായത് ഇവിടെ നിന്ന് ഈ ഒരു ഇംബാലൻസ് വരെ എത്തിയിരിക്കുന്നത്. ഒരു ഇംബാലൻസ് ഏരിയയിൽ നിന്ന് തന്നെയാണ് പോയത്. അപ്പോൾ അതിനെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതുകൊണ്ട് വൺ ഡേ ചാർട്ടിലെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇതിനെ കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി 4 ഹവറിലേക്ക് പോകുന്നുണ്ട്. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. അതിന് അവസാനമായിട്ട് നമുക്കൊരു ബ്രേക്ക് തന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടേക്ക് വീണ്ടും മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 1-2 ഏരിയാസും കൂടി ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ 1-2 ഇംബാലൻസുകളുണ്ട്. ആ ഒരു ഇംബാലൻസ് ഒന്ന് ഇതാണ്, അതുപോലെ രണ്ടാമത്തെ ഇംബാലൻസ് ഇതുമാണ്. അപ്പോൾ ഇങ്ങനെ 2 ഇംബാലൻസുകൾ കിടക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയും കൂടി കിടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. മാത്രമല്ല ഇവിടെ ഒരു 4 ഹവറിൻ്റെ ഇംബാലൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ഡേയുടെ ഇംബാലൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നതെന്നും പറഞ്ഞു. ഇവിടെ ഒരു 4 ഹവറിൻ്റെ ഇംബാലൻസ് കൂടി കിടക്കുന്നുണ്ട്. അതും കൂടി നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് തൊട്ട് മുകളിൽ വേറൊരു 4 ഹവറിൻ്റെ ഇംബാലൻസും റെസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി 1 ഹവറിലേക്കാണ് പോകുന്നത്. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു തവണ ഓൾറെഡി ഇവിടെ റീടെസ്റ്റ് കഴിഞ്ഞ് പോയതാണ്. നോക്കിയാൽ കാണാൻ വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയി. വീണ്ടും രണ്ടാമത് ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതും ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നൊരു പോസിറ്റീവ് ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. അതിന് ഈ പോസിറ്റീവ് ക്യാൻഡിൽ ഒരുപക്ഷെ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത്, അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ നല്ലൊരു ബുള്ളിഷോടുകൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അതിൻ്റെ നിയറസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് 1 ഹവറിൻ്റെ. ആ ഒരു ഇംബാലൻസ് ആയിരിക്കും നിയറസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഇവിടെ നിന്നൊരു വലിയൊരു ക്യാൻഡിൽ, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വരികയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അത് ഡയറക്റ്റ് എൻട്രി എടുക്കും വേണ്ട. എൻഗൾഫിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം തിരിച്ച് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാത്രം ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടേക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം. ഇതിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 1-2 ഹൈകളാണ് ഈ കാണുന്നത്. ഒന്നാമത്തെ ഹൈ ഇതാണ്, രണ്ടാമത്തെ ഹൈ ഇതാണ്. ഇതിനൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതുണ്ടായിരിക്കും. ഇനി സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ, അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി എടുക്കാം. അതിൻ്റെയും ഒരു ടാർഗറ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഏരിയ ഉണ്ട്.
അതിന് താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലുമൊക്കെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയയുടെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടുകയാണ്, അതായത് വലിയൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ താഴോട്ടേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപക്ഷെ റീടെസ്റ്റ് എടുത്തതിന് ശേഷം ഒരുപക്ഷെ മുകളിലോട്ട് പോവാം. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ എൻഗൾഫിംഗ് ആണോ, റിജക്ഷൻ ക്യാൻഡിൽ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിജക്ഷൻ ക്യാൻഡിൽ പാറ്റേൺസ് ആണോ എന്നതിന് ശേഷം മാത്രം നോക്കിയതിന് ശേഷം ഇവിടെ നിന്നൊരു സെൽ എൻട്രി എടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടാർഗറ്റ് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചയിലെ ഗോൾഡിന്റെ അനാലിസിസ്. ഇനി നമുക്ക് ഓയിലിലേക്ക് പോവാം. ഓയിലിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂസുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിവേ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച സുപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നോക്കേണ്ടത് ഈ ഒരു ലോയും ഈ ഒരു ഹൈനെയും നമ്മൾ മാർക്ക് ചെയ്തിട്ട് കുറേ കാലമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ മൂവ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ തൊട്ടടുത്ത് വന്നിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. റേഞ്ച് ലോ അതുപോലെ തന്നെ റേഞ്ച് ഹൈ അടയാളപ്പെടുത്തിയതിന് ശേഷം പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്. ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിളായിട്ട് മാർക്കറ്റ് കുറേ കൺസോളേഷൻ നടന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് പോലെ തന്ന ഏരിയ ആണ്. അതിന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ റേഞ്ച് ഹൈയുടെ മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ഉണ്ട്, പക്ഷെ അത് നമ്മൾ വരയ്ക്കുന്നില്ല. എനിവേ ഇത്രയാണ് ഇപ്പോൾ വരച്ചു വെക്കുന്നത്. അതോടൊപ്പം അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും മുകളിലോട്ട് നല്ല രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട്. എനിവേ നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാവുമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലോട്ടാണ് പോകുന്നത്. വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ടുണ്ട്. സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോയി ഇനി അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റേഞ്ച് ഹൈ തന്നെയായിരിക്കാം. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കായിരിക്കും ഈ ആഴ്ച മാർക്കറ്റ് സഞ്ചരിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ നമുക്ക് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ വരച്ച് ഈ ലൈൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ വീണ്ടും താഴോട്ടേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച വീക്ക്ലി സപ്പോർട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഡേ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് സപ്പോർട്ട് ആൻഡ് ഇംബാലൻസ് മാർക്ക് ചെയ്യുന്നത്. മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയും കാണുന്നുണ്ട്. ഇതിന് റെസിസ്റ്റൻസ് ഏരിയ ഒരു ലൈനായിട്ടാണ് വരച്ചിടുന്നത്. അപ്പോൾ ഇത്രയാണ് വൺ ഡേയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം റെസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളത് ഓൾറെഡി മാർക്ക് ചെയ്തതുകൊണ്ട് അതിന് വീണ്ടും കൂടുതൽ മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് വൺ ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്ന് റീടെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് നേരത്തെ വരച്ച ഈ ഒരു ലൈനിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല, അത് ഹിറ്റ് ചെയ്തിട്ടില്ല. എനിവേ അവിടേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇംബാലൻസിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 4 ഹവറിൻ്റെ ഈ ഒരു ഹൈനെ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 4 ഹവറിൽ ഒരു ഇംബാലൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഇംബാലൻസ് ഡേയിലും വരച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അതിനെ മാർക്ക് ചെയ്യേണ്ടതില്ല. താഴോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 4 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോയിട്ട് എൻട്രി സാധ്യതകളെ കുറിച്ചിട്ടൊന്ന് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടേക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ഏരിയനെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇവിടേക്ക് മാർക്കറ്റ് വരികയാണ്. ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഇംബാലൻസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ
ഇംബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയുടെ ഉള്ളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. ഇതൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ എൻട്രി നോക്കാം. ബൈ എൻട്രി നോക്കുന്ന സമയത്ത് ഈ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ഹൈയിലേക്കൊക്കെ നോക്കാം. അതിനും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ വീക്കിലി ട്രെൻഡ് ലൈൻ ആണ്. അപ്പോൾ അത് നോക്കാം. അതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടേക്ക് നോക്കാം. ബൈ സാധ്യതകളുമാണ് ഇങ്ങനെ പറയുന്നത്. ഇനി സെൽ സാധ്യത എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് ഉള്ളത്. ഒന്ന്, മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഒരു ഇംബാലൻസിൽ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ സാധ്യത കിട്ടും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിലും ഒരുപക്ഷെ ഈ ഒരു ഇംബാലൻസ് വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു ലൈൻ, അതായത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന ലൈനിലേക്ക് അല്ലെങ്കിൽ ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് നല്ല രീതിയിലാണ് മാർക്കറ്റ് ഇറങ്ങുന്നതെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടാം. അങ്ങനെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ വളരെ വലിയൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ 76.500 ഇനി മറികടന്ന് മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോയിട്ട് ഈ ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിലേക്കോ ഒക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ്. അപ്പോൾ അതിന് മുന്നൊരു പുൾ ബാക്ക് ആണ് കിട്ടുന്നതെങ്കിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിയൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി ഡെയിലി നമ്മുടെ അനാലിസിസ് കണ്ടിട്ട് അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഫ്രീ ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈഡൂട്ടുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ആളുകൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈഡൂട്ടിന്റെ വാട്സപ്പ് ചാനലുണ്ട്. ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പ്രോഫിറ്റബിൾ വീക്ക് ആശംസിക്കുന്നു. അതുപോലെ തന്നെ 2025 വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.